ദേവി മഹാമായേ തമ്പുരാട്ടി സർവേശ്വരി നമോസ്തുതേ. ശ്രീനാരായണനെയും ദേവനായി വിളങ്ങുന്ന മനവോത്തുമനായ നരൻ തന്നെയും തഥാ ബാദരായണനെയും ഭാരതീ ദേവിയെയും സാദരം കൂപ്പി പിന്നെ ജയമോതുക വേണം. സരസോത്ഭവൻ ജഗൽ സൃഷ്ടാവായി ഭവിച്ചതു സരസേക്ഷണൻ പരിപാലനം ചെയ്യുന്നു. ഗിരീശൻ സംഹരിച്ചിടുന്നതുമാരെ ഉള്ളിൽ പെരുകും ഭക്തിയോട് പൂജിച്ചിട്ടാകുന്നുവോ. സനകാദികളായ യോഗികളെല്ലായ്പ്പോഴും മനത്താരിങ്കലാരെ ധ്യാനിച്ചു കൊള്ളുന്നുവോ. ആദ്യയാം പ്രകൃതി എന്നീ വണ്ണം ആരെ സദാ തത്വജ്ഞാനികളായ മുനിമാരോതുന്നുവോ. ലോകമാതാവായി സ്വർഗമോക്ഷതയായി പരയാകുമാ ദേവിക്കു ഞാൻ ചെയ്യുന്നേ നമസ്കാരം. തന്നിഷ്ടം പോലെ ലോകം സൃഷ്ടിച്ചു ജന്മമാർന്നു കന്ദർപ്പാരിയും കാന്തനാക്കിയതാരാകുന്നു. ഘോരമാത്തവം കൊണ്ടു കഥനാക്കിനുഗ്രം ആരെ ആ ദേവിങ്ങു മംഗളം നൽകേണമേ. ദേവി മഹാമായേ തമ്പുരാട്ടി നൈമിഷാരണ്യത്തിൽ വെച്ചേകഥ ശൗനകാദി മാമുനിപ്രവരന്മാർ അത്യന്തം ഉത്തമന്മാർ വേദവേദാംഗ പാരംഗതനായി വർത്തിക്കുന്ന സൂതനെ പാർത്തു ചോദ്യം ഈ വണ്ണം ചെയ്തിടിനാർ. അറിവും വഴി പോലുള്ള ഓർമ്മശക്തിയും നേരെ പറവാൻ നൈപുണ്യവും കൂടുന്ന മാന്യാത്മാവേ വേദവ്യാസന്റെ മുഖ്യ ശിഷ്യനാണല്ലോ ഭവാൻ. വേദാഗമാതി സൂക്ഷ്മ തത്വജ്ഞൻ തന്നെ നൂനം സ്വർഗ പവർഗമാർഗം കാണിച്ചു തരുന്നതും ദുർഗയാ ദേവി തൻ്റെ തൃപ്പാദ പത്മത്തിങ്കൽ. ജ്ഞാനശൂന്യരായി വാഴൂ മനുഷ്യന്മാർക്ക് പോലും മനസ്സേ ദൃഢഭക്തി ഉണ്ടാക്കി തീർക്കുന്നതും ലോകമാതാവാം പരാശക്തിതൽ മഹാത്മ്യങ്ങളാകവെ വിസ്തരിച്ചു ചൊല്ലിയിടുന്നതുമായ നല്ലൊരു പുരാണം നീ സാമ്പ്രതം ഞങ്ങളോട് ചൊല്ലേണം. ആയതിനു കാരുണ്യമുണ്ടാകേണം. സൂതനും തഥാ ജഗന്മാതാവിൻ പാദമോർത്തു ജാതാന്തർമോദം മുനിവ്രാതത്തെ പാർത്തു ചൊന്നാൻ. ശ്രീ മഹാഭാഗവതം നാരദനോട് സാക്ഷാൽ ശ്രീ മഹാദേവൻ കനിഞ്ഞരുളി ചെയ്തു മുന്നം. ആ മഹാൻ ദ്വൈപായനൻ നല്ലൊരു ശിഷ്യനായ ജൈമിനിക്ക് ഉപദേശിച്ചിടിന. അതു പിന്നെ മഹർഷി ശ്രേഷ്ഠന്മാരെ ധന്യരാ നിങ്ങളോട് മഹാത്മ്യം പാരമേറും ആ പുരാണത്തെ ചൊല്ലാം. ഇതിനെ പാരായണം ചെയ്തു കൊള്ളുന്നവർക്കും മതിയിൽ ഭക്തിയോടും ശ്രവണം ചെയ്യുന്നവർക്കും പെരുതായുള്ള പുണ്യമുണ്ട്. അത് മഹേശ്വനും പറവാനാളായിട 100 വത്സരം കൊണ്ടു. കൗതുകത്തോടു മുനിശ്രേഷ്ഠന്മാരതു കേട്ടു
സൂതനോട് ഇപ്രകാരം സാദരം ചോദ്യം ചെയ്തു.